ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമായിട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത്. ഭാരതീയരിൽ ഭൂരിഭാഗവും കൃഷ്ണൻ ആരാധകരാണ്. കുറുമ്പ് കാട്ടുന്ന കുട്ടിക്കൃഷ്ണനായും മഹാഭാരത യുദ്ധത്തിൽ തന്ത്രശാലിയായ മാതുലനായും 10 അവതാരങ്ങളെടുത്ത മഹാവിഷ്ണുവായും ഭഗവാൻ അവതരിക്കുന്നുണ്ട്. ദ്വാരക എന്നത് ഒരു സാങ്കല്പിക ലോകമല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും ഗവേഷകർ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇവിടുത്തെ കഥ അതൊന്നുമല്ല. ഭഗവാൻ ഇഷ്ടികയിൽ വാഴുന്നു എന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് ചന്ദ്രഭാഗ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വിഠോബ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ആകർഷണം ഭഗവാന്റെ പ്രതിഷ്ഠ തന്നെയാണ്. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിലും വിശ്വാസികളുടെ ഒഴുക്കാണ് ഈ ക്ഷേത്ര നടയിലേക്ക് എത്തുക. പറഞ്ഞു തീർക്കാൻ കൗതുകകരമായ ഒരു ഐതിഹ്യവും ഈ ക്ഷേത്രത്തിന് പറയാനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നായ മഹാരാഷ്ട്ര സാംസ്കാരിക പെരുമയാലും സമ്പന്നമാണ്. അനേകം വലിയ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ സംസ്ഥാനത്ത് തീർത്ഥാടകരെ വലിയ തോതിൽ ആകർഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് പന്തർപൂർ. മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് ചന്ദ്രഭാഗ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വിഠോബ ക്ഷേത്രം. പാണ്ഡുരംഗ, വിത്തല എന്നീ പേരുകളിലും ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ഭഗവാൻ അറിയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പിറവിക്ക് പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട്. ഭഗവാന്റെ ഭക്തനായ പുണ്ടലികനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ കഥ. ദന്തീർവനം എന്ന കാട്ടിനുള്ളിൽ ജനുദേവിന്റെയും സത്യവതിയുടെയും പുത്രനായിട്ടാണ് പുണ്ടലികൻ ജനിച്ചത്. വിവാഹശേഷം പുണ്ടലികൻ മാതാപിതാക്കളെ സംരക്ഷിക്കാതായി. അവരോടുള്ള പെരുമാറ്റവും വളരെ മോശമായി. ഇതിൽ മനംനൊന്ത് ജനുദേവും സത്യവതിയും വാരണാസിയിലേക്ക് പോകാനൊരുങ്ങി. ഇതറിഞ്ഞ പുണ്ടലികനും ഭാര്യയും അവർക്കൊപ്പം പോകാൻ തന്നെ നിശ്ചയിച്ചു. പുണ്ടലികൻ ഭാര്യയോടൊത്ത് കുതിരപ്പുറത്തും വൃദ്ധ മാതാപിതാക്കൾ നടന്നും കാശിക്ക് പുറപ്പെട്ടു. ഇടയ്ക്ക് വനത്തിൽ അവർ താവളമടിച്ചു. അപ്പോഴും പുണ്ടലികൻ മാതാപിതാക്കളെ വിശ്രമിക്കാൻ വിടാതെ അവർക്കോരോ ജോലികൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇത്തരത്തിൽ യാത്രക്കിടെ അവർ ഒരു സന്യാസിയുടെ ആശ്രമത്തിലെത്തി. ആ ആശ്രമത്തിൽ അവരെല്ലാം അന്നേ രാത്രി വിശ്രമിച്ചു. അന്ന് രാത്രി പുണ്ടലികൻ ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ ചില മായക്കാഴ്ചകൾ കണ്ടു. പുണ്ടലികന്റെ മുന്നിൽ മനുഷ്യ സ്ത്രീകളുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട പുണ്യനദികളായ ഗംഗയും യമുനയും ഉൾപ്പെടെയുള്ളവർ എത്രത്തോളം കടുത്ത പാപമാണ് പുണ്ടലികൻ ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. ഇതോടെ പശ്ചാത്താപ വിവശനായ പുണ്ടലികൻ തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ മുടക്കമൊന്നും വരുത്താതെ ഇരിക്കാനും തുടങ്ങി. പരിവർത്തനം വന്ന മകനോടൊപ്പം മാതാപിതാക്കൾ സന്തുഷ്ടരായി ജീവിച്ചു തുടങ്ങി. ഇങ്ങനെ പുണ്ടലികൻ ജീവിച്ച ഒരവസരത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പന്തർപൂരിലെത്തി. ശ്രീകൃഷ്ണന്റെ വലിയ ഭക്തനായിരുന്നു പുണ്ടലികൻ. അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് മുന്നിലെ വരാന്തയിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ. ഈ സമയം ആശ്രമത്തിനുള്ളിൽ മാതാപിതാക്കളെ പരിചരിക്കുകയായിരുന്നു പുണ്ടലികൻ. ഭഗവാൻ വന്നത് അദ്ദേഹം അറിഞ്ഞെങ്കിലും മാതാപിതാക്കളുടെ പരിചരണം തുടർന്ന് അദ്ദേഹം ഭഗവാന് നിൽക്കാനായി ഒരു ഇഷ്ടിക വരാന്തയിലേക്ക് നീക്കിയിട്ടു കൊടുത്തു. ഭഗവാൻ അതിൽ നിൽക്കാൻ തുടങ്ങി. സമയമെടുത്ത് മാതാപിതാക്കളെ ശുശ്രൂഷിച്ച ശേഷമാണ് പുണ്ടലികൻ പുറത്തിറങ്ങിയത്. അത്ര നേരവും ഭഗവാൻ വരാന്തയിൽ കാത്തു തന്നെ നിന്നു. പുറത്തു വന്ന പുണ്ടലികൻ ഭഗവാനോട് ഇത്ര സമയം കടന്നുപോയതിൽ ക്ഷമയും ചോദിച്ചു. എന്നാൽ പുണ്ടലികന് മാതാപിതാക്കളോടുള്ള സ്നേഹം ഭഗവാനെ സന്തോഷിപ്പിച്ചിരുന്നു. അദ്ദേഹം പുണ്ടലികനോട് അക്കാര്യം പറയുകയും ചെയ്തു. സന്തുഷ്ടനായി നിന്ന അദ്ദേഹത്തോട് ഭഗവാൻ ഇഷ്ടികയിൽ നിൽക്കുന്ന തന്റെ രൂപത്തെ ഇനിയുള്ള കാലം ഭജിക്കാനും പറഞ്ഞുവെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. കഥകളും ഐതിഹ്യങ്ങളും വിചിത്രമാണെങ്കിലും നന്മ പ്രദാനം ചെയ്യുന്ന ഇത്തരം ഐതിഹ്യങ്ങൾ നമ്മുടെ സംസ്കാരത്തിന് എന്നും അനുയോജ്യമാണ്.